ടെസ്റ്റ് ക്രോസിന് നമ്മൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ക്രോസ് നടത്തുന്നു, അതായത് ഫ്ലവർ കളർ ഉപയോഗിച്ചാണ്. വയലറ്റ് ഫ്ലവർ കളറുള്ള ഒരു പയറുചെടിയും വെള്ള ഫ്ലവർ കളറുള്ള ഒരു ചെടിയുമായിട്ട് ക്രോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ വയലറ്റിനെയും വെള്ളയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് F1-ൽ കിട്ടുന്നത് ഒരു വയലറ്റ് കളേർഡ് പ്ലാന്റ് ആയിരിക്കും. വയലറ്റ് കളേർഡ് ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ പ്ലാന്റിനെയാണ് ഇതുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ F1-ലെ ഹൈബ്രിഡാണ് ഈ വയലറ്റ്. അതായത് ഓർക്കണം, ഇവിടെ ആ ക്രോസ് കാണിച്ചിട്ടില്ല. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു വയലറ്റ് ഫ്ലവറിനെയും ഒരു വൈറ്റ് ഫ്ലവറിനെയും കൂടെ ക്രോസ് ചെയ്യുന്നു. അതിന് നമ്മൾ വയലറ്റ് കളർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ W ആണ്. ക്യാപിറ്റൽ W ആണ് വരുന്നതെങ്കിൽ അത് ഹോമോസൈഗസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലവറിനെയും പിന്നെ ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലവർ പ്ലാന്റിനെയും കൂടി ആയിരുന്നു ക്രോസ് ചെയ്തത്. അങ്ങനെ രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ ഈ ക്രോസ് അല്ല, നേരത്തെ ഓൾറെഡി നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന F1-ലെ ഹൈബ്രിഡ് ഇങ്ങനത്തെയാണ്, ഒരു വയലറ്റ് ഫ്ലവർ. അതായത് നമ്മൾ ടോൾ പ്ലാന്റിനെയും ഡാർക്ക് പ്ലാന്റിനെയും ക്രോസ് ചെയ്തപ്പോൾ F1-ൽ കിട്ടിയത് ടോൾ പ്ലാന്റ് ആണ്. അതേപോലെ ഒരു വയലറ്റ് ഫ്ലവറിനെ ഒരു വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ചെടി എന്ന് പറയുന്നത് വയലറ്റ് ഫ്ലവറുള്ള ചെടിയാണ്. അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഇനി ഈ F1-ൽ കിട്ടിയ ഈ ചെടി ഒറിജിനലി അത് ഹോമോസൈഗസ് ആണോ അതോ ഹെട്രോസൈഗസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ ടെസ്റ്റ് ക്രോസ് നടത്തി നോക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നത്? F1 ഹൈബ്രിഡിനെ അതിൻ്റെ റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കുക. ഇതാണ് റെസസീവ് പേരൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ചെടിയെ നമ്മൾ റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സംശയം എന്ന് പറയുന്നത് ഈ ചെടി ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? അപ്പോൾ അതിന് രണ്ട് ക്രോസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ വയലറ്റും ഈ വൈറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ W. അതായത് രണ്ടും ഡോമിനൻ്റ് ആയിട്ട് വരിക അല്ലേ, ക്യാപിറ്റൽ W. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗമീറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ W. ഇനി ഇവിടെ നോക്കിയേ ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവറാണ്. അതായത് റെസസീവ് പേരൻറ്റിൻ്റെ ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യും. അപ്പോൾ നോക്കിയേ അതിൻ്റെ അകത്തെ സ്മോൾ w ഹോമോസൈഗസ് റെസസീവ് ആയതുകൊണ്ടാണ് സ്മോൾ w എന്ന് എഴുതി. ഇനി ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് നമുക്ക് എഴുതാം. ഇതുകൊണ്ട് ഈ ക്യാപിറ്റൽ W സ്മോൾ w കൂടെ ഇവിടെ എഴുതി അല്ലേ. ഇനി ഈ ക്യാപിറ്റൽ W ഈ സ്മോൾ w കൂടെ ഇവിടെ എഴുതുന്നു. ഇനി അടുത്തത് ഇതിൻ്റെ മറ്റൊരു ഗമീറ്റാണ് ഈ ക്യാപിറ്റൽ W. ഇതും കൂടി ചേരുമ്പോഴും ക്യാപിറ്റൽ W സ്മോൾ w വരുന്നു. വീണ്ടും ഇതും കൂടി ചേരുമ്പം വീണ്ടും ക്യാപിറ്റൽ W സ്മോൾ w വരുന്നു. അപ്പോൾ നോക്കിയേ ഇവിടെ എല്ലാം വയലറ്റ് ഫ്ലവറാണ്. നോക്കിയേ ഇതിൻ്റെ എല്ലാം ജീനോടൈപ്പ് എല്ലാം ക്യാപിറ്റൽ W സ്മോൾ w. അപ്പോൾ ഒരു തരം പ്ലാന്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തരം പ്ലാന്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെടി ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനിലോ ഉണ്ടാകുന്ന ചെടികളെല്ലാം എങ്ങനെ തന്നെയായിരിക്കും? വയലറ്റ് തന്നെയാണ്. വെൻ ദ F1 ഹൈബ്രിഡ് ഈസ് ഹോമോസൈഗസ് അല്ല. ഇനി നമ്മൾ വേറൊരു ക്രോസ് ചെയ്യുന്നു. അതായത് ഈ സെയിം F1-ലെ ചെടിയെ ഹെട്രോസൈഗസ് ആണെങ്കിൽ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ കണ്ടീഷനിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് F1 ഹൈബ്രിഡിൻ്റെ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അതിൻ്റെ റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. റെസസീവ് പേരൻറ്റ് ഇവിടെ ഒരാൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ ക്യാപിറ്റൽ W സ്മോൾ w ആണ്. ഇതിനെ വൈറ്റ് ഫ്ലവറുമായിട്ട്, അതായത് റെസസീവ് പേരൻറ്റിൻ്റെ വരുമ്പോൾ സ്മോൾ w. അതിൻ്റെ ഗമീറ്റ് നമ്മൾ പറയുന്നു, ഗമീറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും അല്ലേ. ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്യും. നോക്കിയേ ഇവിടെ ക്യാപിറ്റൽ W സ്മോൾ w, ക്യാപിറ്റൽ W സ്മോൾ w ആയിട്ട് വേർതിരിക്കും. ഇവിടെ സ്മോൾ w. ഇനി വീണ്ടും നോക്കിയേ ക്രോസ് ക്യാപിറ്റൽ W സ്മോൾ w കൂടി ചേരുമ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നത് നോക്കിയേ ക്യാപിറ്റൽ W സ്മോൾ w കിട്ടും. ഡോമിനൻ്റ് ജീൻ ഉള്ളത് കൊണ്ട് ഈ ചെടി എങ്ങനെയുള്ളതായിരിക്കും? വയലറ്റ് ഫ്ലവർ ഉള്ളതായിരിക്കും. ഇനി ക്യാപിറ്റൽ W സ്മോൾ w വീണ്ടും നോക്കിക്കേ, അപ്പോഴും നമുക്ക് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ
വയലറ്റ് കളറ് കിട്ടും. കാരണം ഒരു ക്യാപിറ്റൽ W ഉള്ളതുകൊണ്ട്, ഡോമിനൻറ്റ് ജീൻ ഉള്ളതുകൊണ്ട് അത് ഡോമിനേറ്റിംഗ് കളറായ വയലറ്റ് കളർ കാണിക്കും. ഇനി ഇവിടെ നോക്കിയേ, സ്മോൾ W ആണ്. ഈ സ്മോൾ ഡബ്ല്യുവും ഇവിടുത്തെ സ്മോൾ ഡബ്ല്യു കൂടി ആകുമ്പോൾ സ്മോൾ ഡബ്ല്യു എന്ന് വരുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ ജീനോടൈപ്പ് സ്മോൾ ഡബ്ല്യു ആണെങ്കിൽ ദ ഫിനോടൈപ്പ് ഈസ് ഹോമോസൈഗസ് കണ്ടീഷനാണ്. അപ്പോൾ ഏത് വരും? വൈറ്റ് കളർ. വീണ്ടും ഈ ഡബ്ല്യുവും കൂടി ചേരുമ്പോൾ വീണ്ടും സ്മോൾ ഡബ്ല്യു. അപ്പം അതും വൈറ്റ് ആയിരിക്കും. ഇവിടുത്തെ പോലെ അല്ലല്ലോ. നോക്കിക്കേ, 2 എണ്ണം വയലറ്റും 2 എണ്ണം വൈറ്റും നമുക്ക് കിട്ടി. അപ്പോൾ അത് ഏത് റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത്? 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാം, F1 ഹൈബ്രിഡ് ഹെറ്ററോസൈഗസ് ആണെങ്കിൽ നമുക്ക് ഏത് റേഷ്യോ കിട്ടും? 1:1 റേഷ്യോ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ക്രോസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? F1 ഹൈബ്രിഡ് ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രോസാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്ന് കിട്ടും. ഈ ഒരു ക്രോസ് ആയിരിക്കും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ വയലറ്റ് ഫ്ലവറിൻ്റെ ഒരു പടമൊക്കെ തന്നിട്ട് അതിൻ്റെ അകത്ത് ഇതെന്ത് ടൈപ്പ് ഓഫ് ക്രോസ് ആണ്, ഇതെന്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ എന്നൊക്കെ ആയിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? ഇത് ടെസ്റ്റ് ക്രോസിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F1 ഹൈബ്രിഡിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ക്രോസ് നടത്തുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് F1 ഹൈബ്രിഡ്. അത്രയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഇനി അടുത്തത് ഇവിടെ വേറൊരു തരം ക്രോസ് കൂടിയുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ക്രോസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? അപ്പം അതുപോലെ മറ്റൊരു ക്രോസ് ഉണ്ട്, കോൾഡ് ആസ് ബാക്ക് ക്രോസ്. അപ്പം എന്താണ് ആ 2 ക്രോസുകളുടെ പ്രത്യേകതയെന്ന് നോക്കാം. ടെസ്റ്റ് ക്രോസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. അവിടെ റെസസീവ് പേരൻ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു ജനറ്റിക് ക്രോസ് ആണ്. ഇവിടെ F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. അതിൻ്റെ ഏതൊരു പേരൻറ്റുമായിട്ടും ബാക്ക് ക്രോസ് ചെയ്യാം. അത് റെസസീവ് പേരൻ്റ് എന്നല്ല പറയുന്നത്, അത് ഡോമിനൻറ്റ് പേരൻറ്റുമായിട്ടും ആകാം, റെസസീവ് പേരൻറ്റ്, എനി വൺ ഓഫ് ദ പേരൻറ്റ്, ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന ക്രോസുകളെയാണ് നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണിച്ചേക്കുന്നത് അതാണ്, ഒരു ബാക്ക് ക്രോസ് കാണിച്ചേക്കുന്നത്. കണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും വെച്ച് നോക്കുമ്പോൾ ടോൾ പ്ലാന്റ് കിട്ടുന്നു. ആ ടോൾ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? അതിൻ്റെ ഒന്നുകിൽ ഈ പേരൻ്റായിട്ടോ അല്ലെങ്കിൽ ഈ പേരൻ്റായിട്ടോ ക്രോസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അതും ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും ബാക്ക് ക്രോസ് ചോദിക്കാറുണ്ട്. ടെസ്റ്റ് ക്രോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, F1 ഹൈബ്രിഡിനെ അതിൻ്റെ റെസസീവ് പേരൻറ്റുമായിട്ട് മാത്രം ക്രോസ് ചെയ്യുന്ന ക്രോസുകളെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ്. എന്ത് വരുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി. ബാക്ക് ക്രോസ് ഇസ് ദ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ് വിത്ത് എനി വൺ ഓഫ് ദ പേരൻറ്റ്സ്. ടെസ്റ്റ് ക്രോസ് ഇസ് ദ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് റെസസീവ് പേരൻറ്റ്. അപ്പോൾ ഈ 2 ഡെഫിനേഷൻസ് നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചിരിക്കണം. ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ പോലെ ഉള്ള ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ്, ബട്ട് ഓൾ ബാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസസ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസുകളാണ്, പക്ഷേ എല്ലാ ബാക്ക് ക്രോസുകളെയും നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ നോക്കിയേ, ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ, ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പേരൻറ്റുമായിട്ട്, അതിൻ്റെ റെസസീവ് പേരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്, ഇല്ലേ? അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആരോടും ഉള്ള ക്രോസിങ്ങിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്, റെസസീവ് പേരൻറ്റ്. അതേസമയം ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനി വൺ ഓഫ് ദ പേരൻറ്റ്, ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ടും ക്രോസ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ബാക്ക് ക്രോസ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസുകളാണ്, പക്ഷേ എല്ലാ ബാക്ക് ക്രോസുകളെയും നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പം നിങ്ങളോട് ചോദിച്ചാൽ ഇല്ല എന്ന് എഴുതുക, എന്നിട്ട് ഈ 2 ഡെഫിനേഷൻസും എഴുതി കൊടുക്കുക. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓൾ ടെസ്റ്റ് ക്രോസ് ആർ ബാക്ക് ക്രോസ്, ബട്ട് ഓൾ ബ്ലാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്ന്, ഈ ക്രോസിൻ്റെ പടം തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റ് വെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് ടെസ്റ്റ് ക്രോസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ച മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ടല്ലോ, ടോൾ പ്ലാന്റിനെയും ഡോർ പ്ലാന്റിനെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ടോൾ പ്ലാന്റ് ഉണ്ടാകുകയും ആ ടോൾ പ്ലാന്റിനെ നമ്മൾ സെൽഫ് പോളിനേഷന് വിധേയമാക്കുമ്പോൾ 3:1 റേഷ്യോയിൽ നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച അതിൻ്റെ അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം മെൻഡൽ എന്ത് ചെയ്തു നോക്കിയേ, എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ബേസ്ഡ് ഓൺ observations on the monohybrid cross, Mendel proposed 2 general rules to consolidate his understanding of inheritance in monohybrid crosses. Today, these rules are called as principles or laws of inheritance. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസ് വെച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് 2 നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളെയാണ് നമ്മൾ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. 3 നിയമങ്ങളുണ്ട്, പക്ഷെ മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 നിയമങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നിയമമാണ് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ നോക്കിയേ, ലോ ഓഫ് ഡോമിനൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ഡോമിനൻസിൻ്റെ അകത്ത് 3 പോയിൻറ്റ്സ് ആണ് നമ്മൾ അത് പഠിച്ചു വെച്ചേക്കണം. 3 പോയിൻറ്റ്സ് അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിഫൈൻ ലോ ഓഫ് ഡോമിനൻസ്. നോക്കിയേ, അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഒന്നാമത്തെ പോയിന്റ്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. അപ്പം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വഭാവങ്ങളും അതെല്ലാം ഓരോ യൂണിറ്റ്സ് ഉണ്ട് അതിനെന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാത്തിനെയും ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. എല്ലാ സ്വഭാവ ഗുണങ്ങളെയും, ഇപ്പോൾ ടോൾനെസ് ആയാലും റെഡ് കളറായാലും അല്ലെങ്കിൽ വേറെ എന്ത് ക്യാരക്ടറായാലും, സീഡ് കളർ, ഈവൻ എല്ലാ ജീവികളും, പ്ലാന്റ്സ് തന്നെയല്ല ആനിമൽസിൻ്റെ വരെ ക്യാരക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു യൂണിറ്റ്സ് ആണ്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതങ്ങനെ കാണാൻ പഠിച്ചു വെച്ചാണ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർ. ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? അവർ ജോഡിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ഫാക്ടേഴ്സ്. പണ്ട് കാലത്ത് മെൻഡലിൻ്റെ കാലത്ത് മെൻഡൽ ജീനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ക്രോമസോം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, DNA എന്താണെന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹം പറഞ്ഞ എന്തോ ഒരു വസ്തുക്കൾ, എന്തോ യൂണിറ്റ്സ് ഉണ്ട്, അവയെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. പക്ഷെ ഇപ്പം നമുക്കറിയാം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജീനുകളാണെന്നും അവ പെയറായിട്ടാണ് കാണുന്നതെന്നും ഒക്കെ നമുക്കിപ്പോൾ അറിയാം. പക്ഷെ അന്ന് ജീൻ എന്താണെന്നും ഒന്നും കണ്ടുപിടിക്കാത്ത കാലമായതുകൊണ്ടാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? ഫാക്ടേഴ്സ് എന്ന് വിളിച്ചത്. പിന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ദേ ഒക്കർ ഇൻ പെയർ. കണ്ടോ, നമ്മളിപ്പോൾ ടോൾ പ്ലാന്റ് എന്ന് എഴുതുമ്പോൾ ഒരിക്കലും ഒരു ക്യാപിറ്റൽ T മാത്രമല്ല എഴുതുന്നത്, ഇങ്ങനെ 2 എണ്ണം എഴുതാറുണ്ടായിരുന്നു അല്ലേ. ഡോർഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആ ഡോർഫ്നെസ്സിനെ കാണിക്കാൻ ഒരു T മാത്രമല്ല നമ്മൾ കാണിക്കുന്നത്, 2 സ്മോൾ ടി കാണിക്കണം. അതിനാണ് പറയുന്നത് ഈ ഫാക്ടേഴ്സ്, ഈ ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന യൂണിറ്റിൽ 2, നമ്മളത് പറഞ്ഞു 2 അലീലുകളാണുള്ളത് അല്ലേ. അതുകൊണ്ടാണ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. ഇനി അടുത്ത നോക്കിയേ, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് 1 മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ് ദ അതർ. അതായത് ഇതിപ്പോൾ ഹോമോസൈഗസ് നമുക്കറിയാം, ഒരേപോലുള്ള അലീലുകളാണ്, ഇവിടെ ഒരേപോലെ. പക്ഷെ ഇവിടെ നോക്കിയേ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ടോൾ പ്ലാന്റ് വിത്ത് ഡോർഫ് പ്ലാന്റ് പറയുമ്പോൾ F1 നമുക്ക് കിട്ടുന്ന എല്ലാം ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്, ഡിസിമിലർ പെയറുകളാണ്. ഒരു ക്യാപിറ്റൽ Tയും ഉണ്ട്, ഒരു സ്മോൾ T. അങ്ങനെ ഡിസിമിലർ പെയർ വരുമ്പോൾ ഈ 2 വ്യത്യസ്ത സ്വഭാവങ്ങളുടെ ജീനുകളാണ്, അലീലുകളാണ്. അപ്പോൾ ടോൾനെസ്സിൻ്റെ അലീലും ഉണ്ട്, ഡോർഫ്നെസ്സിൻ്റെ അലീലും ഉണ്ട്.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഡോമിനേറ്റിംഗ് അലീൽ കാണും. ആ ഫാക്ടർ മാത്രമായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. മറ്റേ ഫാക്ടറിനെ അന്ന് സപ്രസ് ചെയ്യും, അല്ലെ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിസസീവ് ഫാക്ടർ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ്സ് ദ അതർ. ഒരെണ്ണം മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യും. ആ ഡോമിനേറ്റ് ചെയ്യുന്ന അലീലിനെ നമ്മൾ എന്ത് വിളിക്കും? ഡോമിനൻ്റ് അലീലെന്നും ആരെയാണോ അവിടെ സപ്രസ് ചെയ്തേക്കുന്നത് അതിനെ പറയുന്ന പേരാണ് റിസസീവ് അലീലെന്നും പറയും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ലോ മാത്രം മതി നമുക്ക്, കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും വേണ്ട. അടുത്ത ലോ, രണ്ടാമത്തെ ലോ, സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ. രണ്ടാമത്തെ ലോന്, ആദ്യത്തെ ലോൻ്റെ പേരാണ് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തെ ലോയുടെ പേരാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി ഇതും അതേപോലെ തന്നെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ the two factors for a character present in an individual will separate and segregate with each other so that a gamete receives only one of the two factors. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലോ പറയുന്നത് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ, ഗമീറ്റുകൾ ഒരു പേരൻറ്റിൽ നിന്ന് ഗമീറ്റ് ഉണ്ടാവും. ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടോ? ഹോമോസൈഗസ് പേരൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഹെട്രോസൈഗസ് പേരൻ്റാണ്. ഇവിടെ ഹോമോസൈഗസ്, ഇപ്പോൾ ടോൾ പ്ലാന്റ് നമ്മൾ ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ഡോർഫ് പ്ലാന്റിൻ്റെ ഹോമോസൈഗസ് പേരൻറ്റിനെ ഇങ്ങനെ കാണും. അപ്പോൾ എന്താ പറയുന്നത്? ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ. നമ്മൾ മിയോസിസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ 46 നമ്മൾ XX ക്രോമസോം ഒക്കെ ആദ്യം പറഞ്ഞിരുന്നില്ലേ റീപ്രൊഡക്ഷൻ്റെ പാഠമല്ലേ? അതേപോലെ ഒന്നിച്ചിരിക്കുന്ന ഈ ജോഡിയിൽ നിന്ന് അവർ ഗമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യും. ഒന്നിച്ചിരിക്കുന്ന ഈ ജോഡി, പെയറായിട്ടിരിക്കുന്ന ഈ ജോഡി എന്ത് ചെയ്യുന്നു? ഗമീറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിലകൊള്ളുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ട്. ഇവിടെ നോക്കിയേ, സ്മോൾ ടി ഒന്നിച്ചല്ല ഗമീറ്റിലേക്ക് പോകുന്നത്, അവർ സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെയാണ്. ഹെട്രോസൈഗസ് വരുമ്പോഴും അങ്ങനെയാണ്. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും സെപ്പറേറ്റ് ചെയ്യുന്നു. So that എന്ത് പറ്റുന്നു? A gamete receives only one of the two factors. ഈ രണ്ടെണ്ണത്തിൽ ഒന്നേ ഒരു ഗമീറ്റിന് കിട്ടാറുള്ളൂ, അല്ലേ? നമ്മൾ XX ക്രോമസോം പറഞ്ഞില്ലേ? ഫീമെയിൽസിൻ്റെ അകത്ത് XX-ഉം മെയിൽസിൻ്റെ അകത്ത് XY ഉണ്ട് എന്ന് പറയുമ്പോൾ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഫീമെയിൽസിൻ്റെ അകത്ത് X മാത്രമുള്ള ഓവം ഉണ്ടാവുന്നു. സ്പേം ആണെങ്കിൽ X ഉള്ള സ്പേമും ഉണ്ട്, Y ഉണ്ടാവുന്ന സ്പേമും ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ എല്ലാ ജീവികളിലും ഒരു പെയറായിട്ടിരിക്കുന്ന ഒരു ഫാക്ടർ ഗമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യുകയോ സെഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ നിയമത്തിനെ പറയുന്ന പേരാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. അതിൻ്റെ അത് പറയുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചിരുന്ന എൻട്രൻസിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ലോ ഈസ് കോൾഡ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗമീറ്റിൻ്റെ അകത്ത് ഇവർ ഒറ്റയ്ക്കാണ്, കലർപ്പില്ലാതാണ് വരുന്നത്, സിംഗിളായിട്ടുള്ള ക്യാരക്ടറാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ആസ് പെർ ദിസ് ലോ എ ഹോമോസൈഗസ് പേരൻറ്റ് പ്രൊഡ്യൂസ് ഓൾ ഗമീറ്റ്സ് ദാറ്റ് ആർ സിമിലർ. ഉണ്ടോ? ഈ നിയമം അനുസരിച്ച് ഹോമോസൈഗസിൽ നിന്ന് വരുന്ന പേരൻറ്റിൻ്റെ ഗമീറ്റുകളെല്ലാം ഒരുപോലെയാണ്. വൈൽ ഹെട്രോസൈഗസ് വൺ പ്രൊഡ്യൂസസ് ടു കൈൻഡ് ഓഫ് ഗമീറ്റ്സ് ഈച്ച് ഹാവിങ് വൺ അലീൽ വിത്ത് ഈക്വൽ പ്രൊപ്പോർഷൻ. കണ്ടോ? ഹെട്രോസൈഗസിലുള്ള ഗമീറ്റ് ഇപ്പം 100 ഗമീറ്റാണ് ഇവരിൽ നിന്നുണ്ടാവുന്നെങ്കിൽ 50 ഗമീറ്റ് ക്യാപിറ്റൽ ടി ഉള്ള ഗമീറ്റും ഉണ്ടാവും, 50 ഗമീറ്റ് സ്മോൾ ടി ഉള്ള ഗമീറ്റും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടാമത്തെ ലോ. ഈ രണ്ടാമത്തെ ലോയും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ ഓർ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് എന്നും പറയും. അങ്ങനെ 2 നിയമങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. നെക്സ്റ്റ്, അപ്പം നമ്മൾ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും പറഞ്ഞു. മെൻ്റൽ
പറയുന്ന ഈ രണ്ട് നിയമങ്ങളും ഒട്ടുമിക്ക ചെടികളിലായാലും ഒട്ടുമിക്ക ആനിമൽസിലായാലും ഒക്കെ ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. രണ്ട് വ്യത്യസ്ത അലീലുകൾ ഒന്നിച്ചു വരുമ്പോൾ ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യും, മറ്റേത് സപ്രസ് ചെയ്യും എന്നുള്ള ഒരു നിയമമാണ്. പക്ഷേ ആ നിയമത്തിന് വ്യത്യാസമായിട്ട് ഒന്ന് രണ്ട് എക്സെപ്ഷണൽ കേസുകളുണ്ട്. മെൻഡലിൻ്റെ നിയമവുമായിട്ട് ചേരാത്ത 2-3 ഡോമിനൻസുകൾ, 2-3 ക്രോസിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് നോക്കി. അതായത് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നത്, അതായത് പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് കാണിക്കുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ പേരാണ് ഡോഗ് ഫ്ലവർ. ഇത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ദ ഡോഗ് ഫ്ലവർ. ഡോഗ് ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇത് ഈ കാണിച്ചേക്കുന്നത്. ഈ ചെടിയുടെ പേരാണ് സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീനസ് നെയിമാണ് ആൻറ്റി റൈനം സ്പീഷീസ് എന്ന് പറയും. അത് ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടി. അതേ ഇങ്ങനെ ഇരിക്കും അതിനെ കണ്ടാൽ. അപ്പോൾ ഈ ചെടി നോക്കിയാൽ, ഈ ചെടിയിൽ റെഡ് ഫ്ലവർ, പിങ്ക് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, അങ്ങനെ ഒത്തിരി കളറേഷൻസ് നമുക്കിവിടെ കാണാം, ഒരേ വർഗത്തിലുള്ള ചെടിയാണെങ്കിൽ. അപ്പോൾ ഈ ചെടിയിൽ മാത്രം മെൻഡലിൻ്റെ നിയമം അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഇവിടെ ഒരു ക്രോസ് കാണിച്ചിരിക്കണം. F1 ജനറേഷനിലെ പേരൻ്റാണ്. കണ്ടോ, 2 എണ്ണം. അതായത് റെഡ് ഫ്ലവറിലുള്ള ഒരു പ്ലാന്റും വൈറ്റ് ഫ്ലവറിലുള്ള ഒരു പ്ലാന്റും. അവിടെ നമ്മൾ റെഡ്നെസ്സിനെ കാണിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ R ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് ക്യാപിറ്റൽ R എന്നും, അതിൻ്റെ റെസസീവ് അലീലുകളാണ് സ്മോൾ r. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ജീനോടൈപ്പാണ് ക്യാപിറ്റൽ Rഉം ഇത് സ്മോൾ r. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഗമീറ്റാണ് ഇത്. രണ്ട് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. രണ്ടും ഒരേപോലെ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ക്യാപിറ്റൽ R എന്ന് മാത്രം കാണിക്കുന്നത്. ഇവിടെയും ഒരേ ടൈപ്പ് ഗമീറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്മോൾ r. ഇത് രണ്ടും കൂടെ നമ്മൾ ക്രോസ് പോളിനേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? F1 ജനറേഷനിൽ സാധാരണ നമ്മൾ മെൻഡൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എന്താ പറഞ്ഞിരുന്നേ? റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടെ ക്രോസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇവിടെ വരേണ്ടത് എന്താണ്? റെഡ്നെസ് ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് റെഡ് ഫ്ലവർ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. നോക്കിയേ, റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കളറായ പിങ്ക് കളറാണ് വന്നേക്കുന്നത്. അപ്പം മെൻഡലിൻ്റെ നിയമം അനുസരിച്ചാണോ ഇവിടെ നടക്കുന്നത്? അല്ല. അപ്പോൾ ഇതെന്താണ് ഈ ക്രോസ് എന്ന് നോക്കിയേ. The type of inheritance in which the F1 genotype do not resemble either of the two parents but shows an intermediate character is called incomplete dominance. എന്താണ് മനസ്സിലായി? F1 phenotype they do not resemble either of the two parents. ഈ രണ്ട് പേരൻസിനെയും അത് റിസംബിൾ ചെയ്യുന്നില്ല. ബട്ട് ദേ ഷോ ആൻ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ. ഇതിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടറാണ് ഇത് കാണിക്കുന്നത്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നോക്കിയേ, ഇത് നമ്മൾ ഫസ്റ്റ് ജനറേഷനെ കാണിച്ചുള്ളൂ. ഇതിൻ്റെ ഇനി സെക്കൻഡ് ജനറേഷനും കൂടെ പഠിക്കാനുണ്ട്. അതുകൂടെ കാണിക്കാം. ഇത് വീണ്ടും അത് തന്നെ കാണിച്ചിരിക്കുകയാണ്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ true breeding red flower and a true breeding white flowered plant, the F1 was pink instead of red. നോക്കിയേ, ഈ പിങ്ക് ഫ്ലവറിനെ നമ്മൾ നെക്സ്റ്റ് ജനറേഷനിൽ സെൽഫ് പോളിനേഷന് വിധേയമാക്കുന്നു. അതാണ് നെക്സ്റ്റിൽ കാണിച്ചേക്കുന്നത്. നോക്കി, ഇത് കാണിച്ചിരിക്കുന്നത് എന്താ? F1 ജനറേഷനിൽ കിട്ടിയ പിങ്ക് ഫ്ലവർ. ഈ പിങ്ക് ഫ്ലവറിനെ എന്തിനു അനുവദിച്ചു? സെൽഫ് പോളിനേഷന് അനുവദിച്ചു. എപ്പോഴും അങ്ങനെയല്ലേ മെൻ്റൽ ചെയ്യുന്ന പോലെ, ഫസ്റ്റിൽ ക്രോസ് പോളിനേഷൻ നടത്തും, രണ്ടാമത് ചെയ്യുന്നത് സെൽഫ് പോളിനേഷൻ. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് മെയിലും ഇത് തന്നെയാണ് ഫീമെയിലും. അപ്പോൾ നോക്കിയേ, ഇവിടെ മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് മെയിൽ ഗമീറ്റ് ഇതാണ്, ഫീമെയിൽ ഗമീറ്റ് ഇത് ഫീമെയിൽ എന്നുള്ളതിൻ്റെ സിമ്പിളാണ്, ഇത് മെയിൽ എന്നുള്ളതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇതിൽ നിന്ന് ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ ജീനോടൈപ്പ് നമ്മൾ പറഞ്ഞില്ല. ജീനോടൈപ്പ് എന്തായിരുന്നു? ഇവിടെ നോക്കി, ജീനോടൈപ്പ് എങ്ങനെയായിരുന്നു? പിങ്ക് എന്ന് പറഞ്ഞത് അതിൻ്റെ ഫീനോടൈപ്പാണ്. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r ആണുള്ളത്, അല്ലേ? അപ്പോൾ ആ F1 ഹൈബ്രിഡ് ആണ് ഈ കാണിച്ചേക്കുന്നത്.
ഇത് ഉണ്ടോ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഓൾ ആർ പിങ്ക്. നോക്കിയാൽ അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ക്യാപിറ്റൽ ആറും സ്മോൾ ആർ. ഇനി മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് അതും ഇത് തന്നെയല്ലേ വരുന്നത്, ഇതിൻ്റെ തന്നെ പൂമ്പൊടി ഇതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വീഴുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗമീറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ നോക്കിയേ, ഈ ക്യാപിറ്റൽ ആറും ഈ ക്യാപിറ്റൽ ആറും കൂടി ചേരുമ്പോൾ നോക്കിയേ, ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ഏത് കളർ വന്നു, രണ്ടും ക്യാപിറ്റൽ ആർ ആവുമ്പോൾ റെഡ് കളർ വന്നു. ഇനി ക്യാപിറ്റൽ ആർ ഈ സ്മോൾ ആർ ഇത് ഇവിടെ എഴുതി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ എപ്പോഴും ഏത് കളറേ വരത്തുള്ളൂ, ഇതിൻ്റെ കൂട്ട്, അതിൻ്റെ പേരൻറ്റിൻ്റെ കൂട്ട് പിങ്ക് കളറേ വരത്തുള്ളൂ. ഇനി അടുത്ത് നോക്കി, അടുത്ത ക്രോസ്, അടുത്ത കോളം റോയിൽ നോക്കി, സ്മോൾ ആർ ക്യാപിറ്റൽ ആർ. ഏതാദ്യം നിന്ന് എഴുതുന്നു നമ്മൾ, ക്യാപിറ്റൽ ലെറ്റർ ആദ്യം എഴുതുന്നു, സ്മോൾ ലെറ്റർ. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അപ്പോഴും എന്ത് കിട്ടി, പിങ്ക് കളറാണ് കിട്ടുക. വീണ്ടും സ്മോൾ ആർ അത് ഇവിടോട്ട് എഴുതുന്നു, അപ്പോൾ എന്ത് കിട്ടി, സ്മോൾ ആർ എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു റെഡ് കിട്ടി, അല്ല സ്മോൾ ആർ എന്ന് കിട്ടുമ്പോൾ ഇത് ഏത് കളർ വരുന്നുണ്ട്, ക്യാപിറ്റൽ ആർ ഒട്ടുമേ ഇല്ല. അപ്പോൾ ആ പ്ലാന്റ് എങ്ങനെയായിരിക്കും, റെഡ് കളറായിരിക്കും കിട്ടുന്നത്, സോറി വൈറ്റ് കളറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു റെഡ്, രണ്ട് പിങ്ക്, ഒരു വൈറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജീനോടൈപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ഇതുണ്ട് ഫീനോട്ടിപ്പിക് റേഷ്യോ പറയുമ്പോൾ റെഡ് 1, പിങ്ക് 2, വൈറ്റ് 1. ഇനി ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ, ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ആർ 1, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുന്നത് 2, സ്മോൾ ആർ വരുന്നത് 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, നോക്കിയേ, ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഒരേപോലെയാണ് വരുന്നത്, 1:2:1, 1:2:1. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഈ ക്രോസിൻ്റെ അകത്ത് വെൻ F1 വാസ് സെൽഫ് ഫെർട്ടിലൈസ്ഡ് ദ F2 റിസൾട്ടഡ് ദ ഫോളോയിങ് റേഷ്യോ. F2ൽ വന്ന റേഷ്യോ ആണ് 1 റെഡ് 2 പിങ്ക് ആൻഡ് 1 വൈറ്റ്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ കണ്ടോ, 1:2:1, 1 റെഡ് 2 പിങ്ക് 1 വൈറ്റ്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ഈസ് ഈക്വൽ ടു ജീനോട്ടിപ്പിക് റേഷ്യോ, രണ്ടും ഒന്നാണ് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ, രണ്ടും ഒന്നാണ്. അപ്പോൾ ബോത്ത് ദ ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോസ് ആർ സെയിം അല്ലേ, അങ്ങനെ വരുന്ന ക്രോസ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് ദ ജെനറ്റിക് ഫിനോമിനൻ ഇൻ വിച്ച് ബോത്ത് ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആർ സെയിം, ദാറ്റ് ഈസ് 1:2:1. എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രതീക്ഷിക്കാം. അതായത് 1:2:1 ജീനോട്ടിപ്പും ഫീനോട്ടിപ്പും വരുന്നത് ഏത് ക്രോസ് ആണെന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഈ പിങ്ക് വരുന്നതെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ ഡോമിനൻറ്റ് അലീൽ ആർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ് ഓവർ ദ റെസസീവ് അലീൽ. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ ആർ ആണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഈ ക്യാപിറ്റൽ ആർ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല, ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് ഓവർ ദ റിസസീവ് അലീൽ. അപ്പോൾ അത് മറ്റേതിൻ്റെ, അതായത് സ്മോൾ ആറിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഏത് ഇൻ്റർമീഡിയറ്റ് കളറ് കാണുന്നത്. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് പിങ്ക് കളർ. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെൻ്റലിൻ്റെ തിയറിയുമായിട്ട് എക്സെപ്ഷനായിട്ട്, മെൻ്റൽ റൂൾസിന് എക്സെപ്ഷനായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഒന്നുകൂടെ വായിച്ചേ. ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് the F1 genotype do not resemble either of the two parents but shows an intermediate character is called incomplete dominance. അപ്പോൾ ഇതും എഴുതിയെടുക്കുക, ഈ ഫീനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ അതിൻ്റെ റേഷ്യോസും ഈ ക്രോസും എഴുതി വെക്കണം. ഇനി അടുത്തത് ഈ സെയിം ക്രോസ് ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലനേഷൻ തന്നേക്കാണ്. നോക്കി, അത് തന്നെയാണ് ഈ പറയുന്നത്, എന്നാലും ഒന്നുകൂടി നോക്കിക്കേ. റെഡ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ചെയ്യുന്നു, പിങ്ക് ഫ്ലവർ കിട്ടുന്നു, അതിൻ്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെയും സെൽഫ് പോളിനേഷൻ ആണല്ലോ, അപ്പോൾ രണ്ടും ഒരേ പോലുള്ള ഗമീറ്റുകളാണ്. രണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ റെഡ്.
സ്മോൾ ആറും ക്യാപിറ്റൽ ആറും വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതുന്നു. പിങ്ക്. വീണ്ടും ഇതും കൂടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അത് പിങ്ക്. ഇതും കൂടെ എഴുതുമ്പോൾ സ്മോൾ ആർ വൈറ്റ്. ഫിനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. എവറി ജീൻ കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പർട്ടിക്കുലർ ട്രേറ്റ്. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഇത്രയും എക്സ്പ്ലനേഷനൊന്നും ഇല്ല. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ദ അലീൽസ് ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ് need not be always identical. One of them may be different due to some changes that it has undergone. അതായത് ഈ ഒന്നിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന അലീലുകൾ അവരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കാണും. ഒരേപോലുള്ള അലീലുകളാണെങ്കിൽ പോലും അവരിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഈ ഡിസിമിലർ പെയറിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കാണും. ദിസ് ചേഞ്ചസ് മോഡിഫൈസ് ദ ഇൻഫർമേഷൻ ദറ്റ് പർട്ടിക്കുലർ അലീൽ കണ്ടെയ്ൻ. ആ ഓരോ അലീലിലുള്ള ഇൻഫർമേഷനെ അത് ബാധിക്കുകയും ചെയ്യും, മോഡിഫൈ ചെയ്യും. The modified allele could be responsible for the production of normal, less efficient enzymes or non-functional enzymes or no enzymes at all. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയിൽ ഈ റെഡ് കളർ എന്നുള്ള ആ കളറേഷൻ തരുന്ന ഒരു എൻസൈം കാണുമല്ലോ. ആ എൻസൈം നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് റെഡ്നെസ് കാണിക്കുന്നു. കുറച്ച് എഫിഷ്യൻസി ലെസ് എഫിഷ്യൻ്റ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് പിങ്ക് കളർ കാണിക്കുന്നു. ഒട്ടുമേ അത് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ അത് നോൺ ഫങ്ഷണലാണെങ്കിൽ വൈറ്റ് എന്ന് പറയുന്ന കളറേഷൻ കാണിക്കുന്നു. ഇത്രയൊന്നും വേണ്ട. ഹെൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ റെസസീവ് ട്രേറ്റ് ഈസ് സീൻ ഡ്യൂ ടു ദ നോൺ ഫങ്ഷണൽ എൻസൈം ഓർ ബിക്കോസ് ഓഫ് നോ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ്. കണ്ടോ, അവരിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളില്ല. സ്മോൾ ആർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇല്ലാത്തതുകൊണ്ട്, ആ കളറേഷൻ തരുന്ന ജീൻ ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും എങ്ങനെയായിട്ടിരിക്കുന്നു? വൈറ്റ് കളറായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഇത് വേണം എന്നില്ല, പക്ഷേ ഈ ക്രോസ് നിങ്ങൾ വരയ്ക്കുകയും എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ടെസ്റ്റ് ക്രോസ് 2 അല്ല 3 കാര്യങ്ങളുണ്ട്. ഇത് 3 നിങ്ങൾ നോട്ട് ഞാൻ അയച്ചു തരാം. 3 കാര്യങ്ങളും നോട്ട് എഴുതി എപ്പോഴും ചോദിക്കുന്ന 3 പോയിൻറ്റ്സുകളാണ്. ഒന്ന് ടെസ്റ്റ് ക്രോസ്, രണ്ടാമത്തത് നമ്മൾ ലോസ് പഠിച്ചു, ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. മൂന്നാമത് പഠിച്ചത് പിന്നെ ഏതായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.